വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് കേട്ടോ. യൂണിറ്റ് 2 ആണ്. അനൂട്ടി ജാങ്കിയ എന്നാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ. ഇവിടെ ആ ചിത്രത്തിൽ പല കാഴ്ചകളും നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് നമുക്ക് ഈ ഒരു പാഠത്തിന് അനുസരിച്ച് തന്നെ പഠിക്കാം. അപ്പം അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട് എന്താണ്? വാ കിത്തന സുന്ദർ മസാലൂടെ. അതായത് നമ്മൾ വാവ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, വാവ്, അതാണ് ഇവിടെ അത്ഭുതം, നമുക്കൊരു സന്തോഷങ്ങൾ. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം എന്നാണ്. സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. മസാലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വദിക്കുക എന്നാണ്. ഇനി പേജ് നമ്പർ 40 നോക്കൂ. പേജ് നമ്പറിൽ ഇതൊരു കവിതയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹെഡിങ് എന്താ കൊടുത്തിട്ടുള്ളത്? ബാദൽ എന്നാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘാണ്. അപ്പോൾ ഇവിടെ ഇത് എഴുതിയ ആളെ രചയിതാവിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ശ്രീപ്രസാദാണ് കേട്ടോ അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഓരോ വരികളും ആദ്യം ഞാൻ 3 വരികളൊന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാം. കാലേ കാലേ പാനി വാലെ ആസ്മാൻ മേൻ ബാദൽ ആയേ ബോലോ കൈസേ ആഖർ ചായേ. എന്തങ്ങനെ പറഞ്ഞാലേ? കാലേ കാലേ പാനി വാലെ. കാല പറഞ്ഞാൽ എന്തായിരുന്നു? കറുപ്പാണ്. അപ്പം കറുത്തിരുണ്ട വെള്ളം നിറഞ്ഞ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആകാശാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ആസ്മാൻ മേം ബാദൽ ആയേ. ആകാശത്ത് മേഘങ്ങൾ വന്നു. ഇനി അടുത്തത് എന്താണ്? ബോലോ കൈസേ ആക്കർ ചായേ. പറയൂ അവ എങ്ങനെയാണ് പരന്നൊഴുകി നിറഞ്ഞു വന്നത് എന്നാണ്. ഇനി അടുത്ത നോക്കും. അടുത്ത വരി 3 വരി വായിക്കാം. ഹവ പക്കഡ്കർ ലാത്തി സർസർ ചായേ ജൈസേ കാലേ കമ്പൽ കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ. ഇനി നമ്മൾ ഓരോ വരിയും അതിൻ്റെ മീനിങ്ങും പറയാം. ഹവ പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ഇവിടെ പക്കഡ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഹവ പക്കഡ്കർ എന്ന് പറഞ്ഞാൽ കാറ്റിനെ പിടിച്ചത്. അപ്പോൾ അതായത് ഇവിടെ ഒന്നിച്ച് നമ്മൾ പറയണില്ല. ഹവ പക്കഡ്കർ ലാത്തി സർസർ. സർസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ശബ്ദമാണ് കേട്ടോ. ആ മയൻ്റെ സർ എന്നുള്ള ശബ്ദമാണ്. അപ്പം കാറ്റിൻ്റെ വേഗതയിൽ സർസർ എന്ന ശബ്ദത്തിൽ കാറ്റിൻ്റെ വേഗത്തിൽ, അതായത് വേഗതയിൽ ഇങ്ങനെ വരുന്നു എന്നാണ്. കാറ്റ് വേഗതയിൽ വരിക. അപ്പോൾ അടുത്ത വരി എന്താണ്? ചായേ ജൈസേ കാലേ കമ്പൽ. കമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പിളിയാണ്. അതായത് കാലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു കറുത്ത കമ്പിളി വിരിച്ചതുപോലെ പരന്ന് കിടക്കുന്നു. ഇനി അടുത്തത് എന്താണ്? കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ. മേഘങ്ങളെ കാണാൻ എത്ര മനോഹരമാണ്. സുന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹരം. ബാദൽ പറഞ്ഞാൽ മേഘം. അപ്പം മേഘങ്ങളെ കാണാൻ എത്ര മനോഹരമാണ്. ഇനി അടുത്ത വരി നോക്കൂ. പേടോം ജൈസേ. പേട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മരമാണ്. പേടോം ജൈസേ ബേട്ടോം ജൈസേ. അതായത് മരങ്ങളെപ്പോലെയും ആടുകളെപ്പോലെയും എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആട് എന്നാണ് കേട്ടോ. അപ്പോൾ പേട് പറഞ്ഞാൽ മരം. അപ്പോൾ മരങ്ങളെപ്പോലെയും ആടുകളെപ്പോലെയും. പിന്നെ അടുത്തത് എന്താണ്? ലഗത്തെ ജൈസേ ചൽത്തേ ഗോട്ടെ. അപ്പോൾ ഇവിടെ എന്താ പറയുക? ഗോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കുതിര എന്നാണ് കേട്ടോ. അപ്പോൾ ഓടുന്ന കുതിരകളെപ്പോലെ തോന്നിക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് വരി എന്താണ്? ബൻ ജാത്തെ ഹാത്തി കെ ചോട്ടെ. അതായത് ഹാത്തി പറഞ്ഞാൽ ഇവിടെ ആനയാണ്. ജോട്ടെ എന്ന് പറഞ്ഞാൽ ജോട്ടെ എന്ന് പറഞ്ഞാൽ ജോഡി എന്നാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്താണ്? ആനകളെപ്പോലെ ആനകളുടെ ജോഡികളായിട്ട് മാറും. അപ്പോൾ അത് മേഘങ്ങൾ നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് നോക്കിയാൽ പല രൂപത്തിലും കാണാൻ കഴിയും അല്ലേ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആകാശത്തിൽ നമുക്ക് പക്ഷികളായിട്ടും ആനയുടെ പോലെയായിട്ടും അപ്പോൾ കുതിരയെപ്പോലെ അങ്ങനെ പല ഷേപ്പുകളിൽ മേഘങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ്? ബാദൽ ക്യോം സുന്ദർ ലഗത്തെ ഹെ. അപ്പോൾ മേഘങ്ങളെ എന്തുകൊണ്ടാണ് സുന്ദരമായി അല്ലെങ്കിൽ മനോഹരമായിട്ട് തോന്നുന്നത് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു? ഈ മേഘങ്ങളിൽ എന്തൊക്കെയാണ്? കുറേ മൃഗങ്ങൾ, അതുപോലെ കുതിര, പിന്നെ ആനകളുടെ ജോഡി, അങ്ങനെ പല പല ഷേപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹിന്ദിയിലെ ആൻസർ എന്താണ്? ബാദൽ ഇസ്ലിയെ സുന്ദർ ലഗ്തേ ഹെ ക്യോംകി വേ പേട് ബേഡ് गोटे और हाथी जैसे
अलग अलग आकाश में दिखाई देते हैं. ഇനി അടുത്ത വരി നോക്കൂ, 3 വരി വായിക്കാം. നൻഹേ ജൽഖൺ ഗയേ ബാപ്പുപൻ ഉസി ബാപ്പിനെ ഡംഡക് പായി ബാദൽ ബർസെ ബർസ ആയി. നമുക്ക് ഓരോ വരികൾ വായിക്കാം. നൻഹേ ജൽഖൺ ഗയേ ബാപ്പുവൻ, അതായത് ചെറിയ ജൽഖൺ എന്ന് പറഞ്ഞാൽ ജലകണങ്ങൾ, ചെറിയ ജലകണികകൾ ആവിയായിട്ട് ബാപ്പൻ ആവിയായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നൻഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ. ബാപ്പ് പറഞ്ഞാൽ ആവി, ബർസ പറഞ്ഞാൽ മഴ. പിന്നെ അടുത്തത് എന്താണ്? ഡംഡക്ക്. ഡംഡക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? തണുപ്പ് എന്നാണ് കേട്ടോ. ഡംഡി എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. ഇനി അടുത്ത വരി നോക്കും. കർത്തെ ഗഡ്ഗഡ് ആത്തെ ബഡ് ബഡ് ബിജലി ബാദൽ കോ ചമക്കായെ അംദിയാരെ മേം രാഹ് ദിക്കായെ. ഇതിൻ്റെ മീനിങ് പറയാം. ഞാൻ സ്ലോ ആയിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഓരോരോ വാക്കുകളും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഓരോ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ എന്താണ് ആദ്യത്തെ വരി? കർത്തെ ഗഡ്ഗർ ആത്തെ ബഡ്ബഡ്, ഇടിമുഴക്കത്തോടെ വലിയ ശബ്ദങ്ങൾ വരുന്നു എന്നാണ്. ഇനി അടുത്ത വരി നോക്കൂ. ബിജലി ബാദൽക്കോ ചമക്കായെ, അതായത് മിന്നൽ മേഘങ്ങളെ തിളക്കം കൂട്ടുന്നു. അപ്പോൾ ഇരുണ്ട ഈ മേഘങ്ങൾക്കിടയിൽ മിന്നൽ വരുമ്പോൾ എന്താണ്? ആ മേഘങ്ങൾക്ക് തിളക്കം കൂട്ടുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അംദിയാരേമേ രാഹുദികായ, അംദിയാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അപ്പോൾ ഇരുട്ടിൽ വഴി കാണിച്ച് തരുന്നു. ഇനി അടുത്ത വരി നോക്കൂ. മോർ മകൻമൻ ചും ചനൻ ചൻ, അടുത്തത് ചും ചുംകർ നാച്ച് ദിഖായെ ഗുഷ് ഹോ ഹോക്കർ ഗാന ഗായ. ഇനി നമുക്ക് നോക്കാം. മോർ മകൻമൻ ചും ചനൻ ചൻ, അതായത് മയിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു. ചും ചുംകർ നാച്ച് ദിഖായ എന്ന് പറഞ്ഞാൽ എന്താണ്? മയിൽ ആടിപ്പാടി നൃത്തം വയ്ക്കുന്നു. ഗുഷ് ഹോ ഹോക്കർ ഗാന ഗായെ, സന്തോഷത്തോടെ പാട്ടും പാടുന്നു. അടുത്താരി നോക്കൂ. ബർസേ ബാദൽ കൽക്കൽ ചൽച്ചൽ തൈർ ചലി കാങ്കജ് കീനയ്യ പോംച്ച് ഉടാക്കർ ബാഗി ഗയ്യ. അതായത് ബർസേ, ബർസേ മഴ ആയിരുന്നു അല്ലേ? ബാദൽ മേഘം. ബർസേ ബാദൽ കൽക്കൽ ചൽച്ചൽ, മേഘങ്ങൾ പെയ്യുന്നു. കൽക്കൽ ചൽച്ചൽ എന്ന് വെള്ളം, ആ ശബ്ദമാണ് കേട്ടോ. വെള്ളം ഒഴുകുന്നു. തൈർ ചലി കാഗജ് കി നയ്യ, അതായത് കടലാസ് തോണികൾ ഒഴുകി നടക്കുന്നു എന്നാണ്. പോംച്ച് ഉടാക്കാർ ഭാഗി കയ്യ, പശു വാലുയർത്തി പിടിച്ചു ഓടുന്നു. ഇതൊക്കെ ഈ മഴ ശക്തിയായിട്ട് പെയ്യുമ്പോഴുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം നോക്കാം. പിന്നെ മകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമുള്ള. നാച്ച് നൃത്തം, ഗാന പാട്ട്, കാഗജ് പറഞ്ഞാൽ എന്താണ്? കടലാസ് എന്നാണ്. ഇനി നിങ്ങൾ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കും. 42 ഇതിവിടെ എന്താണ്? പടേ ജോഡ് ബനായ, അതായത് നിങ്ങൾ കവിതകളിൽ ഒരു ജോഡികളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കണ്ടോ ഡോട്ടിട്ടത്? അപ്പോൾ ഇതിന് മുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് നമുക്കിവിടെ താഴെ എഴുതാം. ഇവിടെ ആയേ, ആയ എന്നുള്ളതുപോലെയുള്ള ജോഡി എന്താണ്? ചായേ. കമ്പൽ, കമ്പൽ എന്നുള്ളത് ബാദൽ. പായി ആയി, ഗോട്ടെ ജോട്ടെ. കൽക്കൽ ചൽച്ചൽ, ചംകായെ ദിഖായെ, നയ്യ ഗയ്യ. ഇനി അടുത്ത് നോക്കൂ, പേജ് 43. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ഹിന്ദി നിങ്ങളിവിടെ കവിതയാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതെന്താ നോക്കാം. അത് നമുക്കിവിടെ എഴുതേണ്ട വരികളൊന്ന് നോക്കാം കേട്ടോ. ആദ്യം എന്താ എഴുതേണ്ടത്? കാലേ കാലേ പാനി വാലേ ആസ്മാൻ മേൻ ബാദൽ ആയേ ബോലോ കൈസേ ആക്കർ ചായേ. ഇതിൻ്റെ അർത്ഥം നോക്കാം. കറുത്തിരുണ്ട വെള്ളം മുള്ള നിറഞ്ഞ മേഘങ്ങൾ ആകാശത്ത് വന്നു. അപ്പോൾ അവ എങ്ങനെയാണ് പരന്നു വന്നത് എന്ന് പറയൂ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെ എന്താണ്? പേട്ടോം ജൈസേ बेटों जैसे लगते जैसे चलते गोटे बन जाते हाथी के जोटे.
ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മരങ്ങളെപ്പോലെയും അതുപോലെ നടക്കുന്ന കുതിരകളെപ്പോലെയും ആടുകളെപ്പോലെയൊക്കെ തോന്നിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത വരി നോക്കൂ. മോർ മകൻമൻ ചും ചനൻ ചൻ തും ചുംകർ നാച്ച് ദിഖായേ. അപ്പോൾ ഇവിടെ ഒരു മയിലിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ മയിൽ എന്താണ്? ആടിപ്പാടി നൃത്തം ചെയ്യുന്നു, സന്തോഷത്തോടെ പാട്ട് പാടുന്നു. ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ മൂന്നാമത്തിൽ ഒരു വരിയും കൂടെ ചേർക്കാണ്ട് കേട്ടോ. ഇവിടെ ഖുഷ് ഹോക്കർ ഗാന ഗായേ എന്നും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് വരി നോക്കൂ. നൻഹെ ജൽക്കൺ ഗിരി ദാപ്പ് ബൻ ഉസി ദാപ്പിനെ ഡംഡക് പായി ബാദൽ ബർസെ ബർസ ആയി. ഇവിടെ എന്താണ്? മേഘങ്ങൾ പെയ്തു, അതുപോലെ എന്തായിരുന്നു? കടലാസ് തോണി ഒഴുകി, പിന്നെ പശു വാലുയർത്തി ഓടി. ഇനി പേജ് നമ്പർ 44 നോക്കൂ. കവിതാസെ പങ്ക്തിയാം ചൂനെ ലിഖെ. ഇവിടെ കവിതയുടെ വരികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കിതിൻ്റെ ആശയം എങ്ങനെ എഴുതാം? ഇവിടെ ബിജലി ബാദൽ കോ ചമക്കാത്തി ഹെ അംദിയാരെ മേ പ്രകാശ് ഫൈലാക്കർ രാഹ് ദിക്കാത്തി ഹെ. അപ്പോൾ അവിടെ എങ്ങനെ വരികളിൽ എഴുതാം? ബിജലി ബാദൽ കോ ചമക്കാത്തി ഹെ അംദിയാരെ മേ പ്രകാശ് ഫൈലാക്കർ രാഹ് ദിക്കാത്തി ഹെ. ഇനി അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഹവ ബാദൽ കോ പക്കഡ്കർ ലാത്തി ഹെ ആകാശ് മേ ബാദൽ കാലെ കമ്പൽ ജൈസെ ഛാ ജാത്താ ഹെ വഹ് ബഹുത് സുന്ദർ ലഗ്താ ഹെ. അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം? ബാദൽ കൈ രൂപ് ഗർ ലേത്താ ഹെ ആകാശ് മേ ബാദൽ കൈസെ കൈസെ ഛാ ജാത്താ ഹെ വഹ് ബഹുത് സുന്ദർ ലഗ്താ ഹെ. ഇനി അടുത്ത് നോക്കൂ ലാസ്റ്റ്. നൻഹെ ജൽ കണോം സെ ബാപ്പ് ബൻती है बाप से बादल बनाता है डमडा होने पर बादल बरसाता है. അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം? ആസ്മാൻ മേ ബാദൽ ആയേ ബോലോ കൈസെ ആകാശ് ചായേ കാലെ കാലെ പാനി വാലെ ചോട്ടെ ജൈസെ ബേട്ടും ജൈസെ ചലത്തെ ആയേ. ഇനി പേജ് 45 നോക്കൂ. ബതായേ ബാരിഷ് കെ ആനെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ. എന്താ പറയുന്നത്? മഴ വരുമ്പോൾ ആരൊക്കെയാണ് സന്തോഷിക്കുന്നത് എന്നാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് സന്തോഷിക്കാൻ നോക്കാം. ചിട്ടിയ പക്ഷി, തിത്തലി പൂമ്പാറ്റ, പിന്നെ മേംഡക്ക് പറഞ്ഞാൽ എന്താണ്? തവള, പിന്നെ മോർ എന്ന് പറഞ്ഞാൽ മയിൽ. അപ്പോൾ അവരൊക്കെയാണ് സന്തോഷിക്കുക. ഇതിൻ്റെ താഴെ എന്താണ് തന്നിട്ടുള്ളത്? ഇതിൻ്റെ താഴെ നോക്കൂ. പങ്ക്തിയാം ലിഖ. ഇവിടെ വരികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പദസൂര്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബാരിഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഈ മഴയോട് അനുയോജ്യമായിട്ടുള്ള എന്തൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാരിഷ് എന്ന മഴ. അപ്പോൾ ഇവിടെ പിന്നെ അതിന് നേരെ എന്താ? ബാദൽ എഴുതാം, പാനി എഴുതാം, പിന്നെ അടുത്തത് എന്താണ്? ചാത്ത, മേംഡക്, ഹവ. അടുത്തത് ഇവിടെ ബൂണ്ടേ എന്ന് പറഞ്ഞാൽ തുള്ളികൾ എന്നാണ് കേട്ടോ. അവിടെ മഴത്തുള്ളികളാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി അടുത്ത് നോക്കൂ പേജ് നമ്പർ 45 തന്നെ. അവിടെ പങ്ക്തിയോം ലിഖെ. അവിടെ വരികൾ നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എന്താണ്? ബാരിഷ് മേ കാലേ ബാദൽ ഛാ ജാത്തേ ഹെ ആസ്മാൻ സെ പാനി കെ ബൂണ്ടേ गिरती है ठंडी हवा बहती है लोग बारिश से बचने के लिए छाता लेते हैं मेंढक पानी में खुशी से कूदते हैं. ഇവിടെ ഈ ലാസ്റ്റ് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങളോട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത്രയാണ് കേട്ടോ ഈ ഒരു ഇതിൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്തൊരു വീഡിയോയിൽ എടുക്കാം.